ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എങ്ങോട്ടോ ഒരു യാത്രയിലാണെന്ന്. അതെ, ഞങ്ങളിന്നൊരു യാത്രയിലാണ്. ഈ യാത്രയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് കേട്ടോ. കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനും എൻ്റെ ചേച്ചിയും എൻ്റെ വീട്ടുകാരും ഉൾപ്പെടുന്ന എല്ലാവരും ചേർന്ന് ഒരു യാത്ര നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു 9 വർഷത്തിന് ശേഷമാണ് ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ ഒരു യാത്ര നടത്തുന്നത്. എനിക്ക് ഒരു ചേച്ചിയും കൂടെ ഉണ്ട്, പക്ഷേ ആ ചേച്ചി ഈ കൂടെ ഇല്ല. അപ്പോൾ അവൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവൾ ഈ കൂടെ ഇല്ല. അപ്പം ഞങ്ങൾ മാത്രമാണ് പോകുന്നത്. അപ്പോൾ എങ്ങോട്ടാണ് എന്ന് പോകുന്നത് എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. ഒരു 6 മണി കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ യാത്ര തിരിച്ചു. അതുകൊണ്ട് തന്നെ ഫുഡൊന്നും ആരും കഴിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഇറങ്ങിക്കുവാണ്. പ്രിൻസിൻ്റെ മിഠായി എൻ്റെ ഉണ്ട്. എനിക്ക് എടുക്കല്ലേ ആ കേക്ക് ഒന്നും മേടിച്ച് കടിക്കുക, ഇച്ചിരി ചായ കുടിക്കാം. ഒരെണ്ണം ഇപ്പോൾ എടുക്കുന്നുണ്ടെങ്കിൽ കണ്ട അക്കു എന്നാടാ തിന്നുന്നത്? എന്നാടാ തിന്നുന്നത്? വാള് വെച്ച് എപ്പുറു ഹന്നൂട്ടി എന്നാ തിന്നുന്നത്? സൈലന്റ് ആണോ നോക്കട്ടെ. എടുത്തേ, പപ്പ വിളിച്ചാൽ അറിയില്ല. എവിടെ കൊണ്ട് പോയത്? ഞങ്ങൾ ബാക്കിൽ കൊച്ചിനിട്ട് ഒരു പണി എടുക്കാതെ വീഡിയോ പിടിച്ചിരിക്കുന്ന ചില ബ്ലഡി യൂട്യൂബേഴ്സ്. പാട്ടോട് ഒത്തിരി പാടണമ്മ ഛർദിക്കും. അതൊരു രസം. അതെന്തോ പാട്ടാത്? അവൻ ഓരോ ടൂണിട്ട് എന്തെങ്കിലും പറയാം, അത് പാടി ഇല്ല അവളെ അടിക്കും. ഇതാണ് പാടി കുത്തൊന്നും ഇല്ലായിരുന്നു. ഈ കളർ ഞങ്ങൾ ചായയും കുറിച്ച് വടയും തിന്നു. ഛർദിക്കാൻ വരുന്ന ഒറ്റ പേര് പണിയെടുക്കാതിരിക്കുന്ന ചില ബ്ലഡി യൂട്യൂബേഴ്സ്. അന്നോട്ട് ഇത് അന്തരീക്ഷത്തിലോ? അന്നോട്ടി അന്തരീക്ഷത്തിലായിരിക്കും. എന്നെ ഇതൊന്നും കാണിക്കാതെ എനിക്ക് മിഠായി ഒന്നും ഇഷ്ടമല്ല. പോപ്പീസ് കാണിച്ച് കുറെ നാൾക്ക് ശേഷം കാണുന്നത്. കാണിച്ച് പൊട്ടിക്കുന്നതിന് വലിപ്പം കുറഞ്ഞു പോയി. 2 രൂപയ്ക്ക് 5 രൂപ പണ്ടത്തെ. എനിക്ക് വേണ്ട, മാറ്റമില്ലാത്ത ഒരെണ്ണേ ഉള്ളൂ. സെൻട്രൽ ഫ്രഷ് ആയിരിക്കും. മുട്ടായി എല്ലാം ഉത്തരവാദിത്തമുള്ള നമ്മൾ വെളിയിൽ അനാവശ്യമായി വലിച്ചെറിഞ്ഞ് കളയരുത്. ഹരിതകർമ്മസേനകൾ വരും. ഒരു കാര്യം ചോദിച്ചിട്ടെ, ഇപ്പൊ കളഞ്ഞ സാധനം എന്തായിരുന്നു? അത് ഹരിതകർമ്മസേന എടുക്കത്തില്ല. അത് കഴുകി കൊടുക്കണം. ഹരിതകർമ്മസേന അത് കഴുകി തേച്ചുണക്കണം. ഹരിതകർമ്മസേന സ്നഗ്ഗി എടുക്കുവോ? ഞാൻ ചോദിച്ചു ചെരുപ്പൊക്കെ എടുക്കുമോ ചോദിച്ചു. ആ എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അതിനൊരു ദിവസം ഉണ്ട്, അന്നേ എടുക്കുള്ളൂ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോ ഈ നിങ്ങളൊക്കെ ഇങ്ങനെ മിഠായി എനിക്ക് ഈ മിഠായികൾ ഇഷ്ടമല്ല. എനിക്ക് തണുത്ത ഐറ്റംസ് ഇഷ്ടം. ഐസ്ക്രീം, സോഫ്റ്റ് ഡ്രിങ്ക്സ്, അല്ലാണ്ട് ഇമാതിരി ലോക്കൽ ഐറ്റംസ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഒന്നും ചോക്ലേറ്റ്സ് ചായ കുടിച്ച ജീവൻ മൊത്തത്തിൽ
നോക്കണേ വിങ്കി പൊട്ടിച്ചല്ലോ കടിച്ച് പൊട്ടിച്ചേരട്ടെ. വീട് വരെ വന്നു. അത് കഴിഞ്ഞപ്പം കൂടെ 2 എണ്ണം വളർത്തി. ഇപ്പം പിന്നെ ചായ കൊടുക്കാൻ മുട്ടായി മൊത്തം ഫുൾ അവനെ കാണിക്കരുത്, മൊത്തം ഇത് പിന്നെ. ഇവിടെ ഒരാൾ കുറെ നേരമായിട്ട് ഒരെണ്ണം പൊട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വേണ്ടി കൊടുക്കുന്നില്ല ഉണ്ട്. നിനക്ക് നാടി എന്നാ പൊട്ടിക്കണ്ട. നാടി സ്നേഹത്തോടെ തരുന്നല്ലേ ഒരെണ്ണം മേടിക്കും. അതൊന്നും ഇല്ലമ്മേ. സ്നേഹത്തോടെ ആട്ടുകാട്ടടുത്ത് എന്നിട്ട് ഉടക്കമുന്തിരി എന്ന് പറഞ്ഞാൽ മേടിക്കുവോ? അത് തന്നെ ഇത് ആദ്യം കുറെ മുട്ടായി തിന്നുന്നു. അത് തന്നാ മതി, ഇനി വേണ്ട. മൊത്തത്തിൽ കാണിച്ചോണ്ട് ഇനി പിന്നെ തിന്നാ മുഴുവൻ തിന്നു കഴിഞ്ഞോ? ഏറ്റവും ഗ്ലോറിനല്ലേ അതിന്റെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഏറ്റവും ഏറ്റവും ഫേവറേറ്റ് നിന്റെ? ഞാൻ വായിലിട്ട കൊച്ചുണ്ണി ചോദിച്ചാൽ മതി. പൊട്ടിച്ചേരാ പൊട്ടിക്കട്ടെ? ആ സുഖത്തിന് വായിടാൻ അത് ഇറങ്ങിട്ട് അത് തിന്നിട്ട് മതി. ഇത് കൊറേ ആയി മുട്ടായി തന്നെ അധികം തിന്നണ്ട. അടിച്ച് പറിച്ച് തിന്നാൻ അറിയാലോ. കുഞ്ഞാണ്ടി എനിക്ക് വേണ്ട, മിഠായി വേണ്ട. നിങ്ങളൊക്കെ എങ്ങനെയെങ്കിലും മിഠായി ഒക്കെ തിന്നുന്നു, ഞാൻ മിഠായി തിന്നത്തില്ല. അതിനകത്ത് നടുക്കുണ്ടല്ലോ, ആ നടുക്ക് മറ്റേ അണ്ടിപ്പരിപ്പുണ്ട്. അങ്ങനെ സാധനമില്ല അതിനകത്ത്. ആ കിരികിരി ഒന്ന് പഠിച്ചിട്ട് എനിക്ക് ചേട്ടാ കിറ്റ്കാറ്റ് പോലുള്ള നല്ല നല്ല വില കൂടിയ ഫെറേറോ റോഷർ അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളൂ. ഇതുപോലെ 1 രൂപയുടെ മിഠായിരുന്നു ഞാൻ തിന്നൂല. കുടുംബം കുട്ടിച്ചോറാക്കാൻ വേണ്ടി വലുത് മേടിച്ചേ 80. എനിക്കിവിടെ 236 ഉണ്ടായിരുന്നു ഒരെണ്ണം. അത് തന്നാ മതി. ഞാൻ തന്നെ തിന്നത്, ആരും പറഞ്ഞില്ല, ഒരാള് പോലും പറഞ്ഞില്ല. ഞങ്ങളുടെ ഏതന കണ്ടോ കണ്ണാടി കൊണ്ടുവന്നിട്ട് എവിടെയാണ് വെച്ചേക്കുന്നത്? ഒരു കൂട് ഞാൻ ചെറുതായിട്ട് അടക്കം പൊട്ടിക്കാനായിരുന്നു. പിന്നെ ഞൊട്ട ഇട്ട് വണ്ടി വെള്ളം ഏറ്റിട്ട് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ്. ഞങ്ങൾ കഴിക്കാൻ കയറുകയാണ്. കഴിക്കാൻ കയറി. വാള് വെച്ച് കോളമായിട്ടിരിക്കുന്ന അതൊരു വഴിക്ക് പോകുമ്പോൾ വാള് വെക്കണം, എന്നാൽ അതൊരു യാത്രയാവുള്ളൂ. പൊറോട്ടയും ഞങ്ങൾ മുട്ടക്കറിയാണ് പറഞ്ഞത്, പക്ഷെ വന്നപ്പോൾ വെജിറ്റബിൾ കറിയായിപ്പോയി. ചേട്ടായിക്ക് വന്നത് പൂരിയും എന്തോ ടൈപ്പ് മസാലയും. എങ്ങനെയുണ്ട് ചേട്ടായി എങ്ങനെയുണ്ട്? അങ്ങനെ ഞങ്ങൾ അടുത്ത ഭക്ഷണം കഴിപ്പ് കഴിഞ്ഞ് അടുത്ത വാളിന് വേണ്ടി കയറിയിട്ടുണ്ട്. വാട്സാപ്പിൽ അയക്കി ലൊക്കേഷൻ അയച്ചതാ മോനെ. ഇതിലോട്ട് ഇട്ടേക്ക്. ടാറ്റ പോവാ. അപ്പൂനറിയാവോ വഴി? പാർക്കിലോ?
പാർക്കുണ്ടെങ്കിൽ അക്കുവും പറഞ്ഞു തുടങ്ങി. അക്കുവായിരുന്നു പറഞ്ഞു തുടങ്ങി അവന് പാർക്കിൽ പോകണമെന്ന്. അവിടെ പാർക്ക് ഉണ്ടായിരുന്നു. വന്ന ഉടനെ ഹോംവർക്കെല്ലാം ചെയ്ത് ബുക്കെല്ലാം അടിച്ച് പറഞ്ഞ് നീറ്റായിട്ട് വെച്ചിട്ട് അവൻ ഡ്രസ് മാറി ചെയ്ത പണിയല്ല. അത് കഴിഞ്ഞാൽ പോയി ചായ ഇവിടെയൊക്കെ വണ്ടി എടുക്കുന്ന ഒരു ഇച്ചിരി വെള്ളം മുങ്ങി അന്നേരം വണ്ടി കഴിഞ്ഞില്ലേ അമ്മ? നമ്മളിവിടെ വന്നിട്ടുണ്ടോ? നമ്മളന്ന് ടൂർ പോയില്ലേ, മറൈൻ ഡ്രൈവ് ഒക്കെ നമ്മൾ പോയില്ലേ, ബോട്ടിങ്. ആ കോഴിമുട്ട ഇട്ടാ പൊട്ടിയല്ലേ? ഇല്ല. ഒരു മുട്ട ഇട്ട് നോക്കണല്ലോ. കോഴിമുട്ട, കാടമുട്ട, ആനമുട്ട. ആന മുട്ട ഇട്ട് കുഞ്ഞുങ്ങളുണ്ടാകുന്നു. അല്ല പ്രസവിച്ചു ഇരിക്കണ കണ്ടിട്ടില്ല ആന. കുഞ്ഞു മുട്ട ഇട്ടിട്ട് അടയിരിക്കും എന്റെ പക്കത്ത്. അങ്ങനെ അത് വിരിഞ്ഞ് കുഞ്ഞുണ്ടാവൂ. ഷായിപ്പേ, വെൽക്കം ടു കൊച്ചി. വെള്ളം വലത്തോട്ട് വളവ്. ഒരു 100 മീറ്റർ 90 മീറ്റർ അല്ല 80 70 60 50 40 30 എത്തിന്ന് തോന്നണല്ലോ. ഇവിടെ വല്ലതാണോ ഇപ്പൊ? ഇവര് പറഞ്ഞ ഇത് കഴിഞ്ഞു അതായിരുന്നോ? അങ്ങനെ ഞങ്ങൾ എത്തി. വേറെങ്ങുമല്ല, എൻ്റെ ആൻറ്റിയുടെ വീട്ടിലാണ് വന്നത്. അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലാണ് വന്നേക്കുന്നത്. കൊച്ചിയിലാണ്. അവിടെയാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. നീ എന്റെ ഫോട്ടോ എടുക്കണേ, റീൽസ് എല്ലാം നിന്നെ ഞാൻ ശരിയാക്കി തരുന്ന സ്വഭാവം വിളമ്പി തരുന്നത് നീ ഫോട്ടോ എടുക്കണേ ചേർത്തിക്ക്. അപ്പൊ നീ പറയണ്ടേ ഞാനിന്ന് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വരുവായിരുന്നല്ലേ? വരയിട്ട ഇല്ല, ഞാൻ കൂട്ടൂല. മീൻ കൂട്ടും, പക്ഷെ ഞാൻ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വലിയ ഭക്ഷണം നോക്കി കൊടുക്കുന്നു. എല്ലാരും വീഡിയോ എടുക്കുന്നതല്ലേ? എന്റെ വീഡിയോ എല്ലാരും ആ പാത്രം നിറഞ്ഞു. എല്ലാരും വീഡിയോ എടുത്തേ. ഭയങ്കര വീഡിയോ എടുക്കലല്ലേ ഇവിടെ? അവരെ കാണിച്ചിട്ട് നല്ലയാണെങ്കിൽ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ എല്ലാം തല്ലിക്കൊണ്ടു. സെൻസർ ഞാൻ ചാറ് വരും വിളമ്പി കൊടുക്കാൻ. ചോറിനത്തിരി ഉപ്പിടട്ടെ? വേണ്ട, കുടിക്കാൻ വെള്ളം. അടി നീ ചോറ് തിന്നടി, നീ മതിയടി. ഞാനിവിടെ ഇതേ ഞങ്ങൾ കഴിക്കാനിരുന്നു. കറിയുടെ കാര്യം പറയണ്ട, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ചെമ്മീൻ, ബീഫ്, ചിക്കൻ, മീൻ, എന്തൊക്കെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ടായിരുന്നു. ഞാൻ ചിക്കനിലും ചെമ്മീനിലും മാത്രമാണ് എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്.
അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടുന്ന് പിന്നെ നേരെ പോയത് അവിടെ തൊട്ടടുത്തൊരു ബീച്ചുണ്ട് കേട്ടോ, അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് ഇത്. ഇത്ര പെട്ടെന്ന് പല്ല് പറിയുന്നോ? കന്നഡ എല്ലാം 14 വയസ്സിൽ പോകേണ്ടത് വരെ അപ്പല് കാണിക്കുന്നവൻ പേനുണ്ടോ? അടച്ചു വെച്ചാരടാ. നിങ്ങൾ അങ്ങോട്ട് കൈ പിടിച്ച് നിന്നേ. എടി കുഞ്ഞാറ്റ അതങ്ങ് ഇങ്ങോട്ട് മണിക്കുട്ടി. ഷായ്ക്കും അതാമയൊക്കെ വീട്ടിലുണ്ട്. ബീച്ചിൽ വളരെ കുറച്ച് നേരം നിന്നുള്ളൂ കേട്ടോ, അധികം നേരം നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ പിന്നെ നേരെ പോയത് ആൻറ്റിയുടെ മോൾ, അതായത് മരുമോൾ വീട് കുറച്ച് അപ്പുറത്തായിട്ടാണ്. അപ്പോൾ അവിടെ ഞങ്ങളൊന്ന് പോയായിരുന്നു, പക്ഷേ അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി. അവിടുന്ന് ഞങ്ങൾ പോയി ചായയും ജ്യൂസും ഒക്കെ കുടിച്ചു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു, വയറും നിറഞ്ഞു ഞങ്ങളവിടുന്ന് തിരിച്ചു പോരുകയാണ്. അങ്ങനെ ഇന്നത്തെ യാത്ര വളരെ സന്തോഷമുള്ളതായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം ഫാമിലിയായിട്ട് എല്ലാവരും ചേർന്നൊരു യാത്ര ചെയ്യാനും, അതുപോലെ ഒരുപാട് ഇഷ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ ഒന്ന് പോയി കാണാനും, അതും ഒരുപാട് നാളുകൾക്ക് ശേഷം ഒന്ന് കാണാനും പറ്റി. അങ്ങനെ ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു യാത്രയായിരുന്നു ഇത്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.